ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആയാലോ? ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സിമ്പിളായി ചെയ്യാവുന്നൊരു മഷ്റൂമിൻ്റെ ക്രാഫ്റ്റ് വീഡിയോ നമുക്ക് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഗ്ലൂ ഗണ്ണ്. ക്രാഫ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും ഇതറിയാം. അറിയാത്തവർക്കായി ഞാനിതൊന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ വയർ ആദ്യം പ്ലഗിൽ കുത്തി അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ബാക്കിൽ വയ്ക്കുക. അതിങ്ങനെ അതിനകത്ത് ഇടാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക്. ഇതൊന്നെടുത്ത് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഇടാൻ പറ്റും. അങ്ങനെ ഇടുക. എന്നിട്ട് പ്ലഗിൽ കുത്തുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ നിപ്പ് വഴി ഇത് ഗ്ലൂ ഗണ്ണ് ഉരുകി പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കെന്നാൽ ഈ ബേസിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം മഷ്റൂമിൻ്റെ ആ ഒരു പരന്ന ഭാഗമില്ലേ അത് ഉണ്ടാക്കാം. അലുമിനിയം ഫോയിലിൽ ആക്കുന്നതാണെങ്കിൽ ഇത് ശരിക്കും അടർത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നല്ല സോഫ്റ്റ് പ്ലാസ്റ്റിക്കിലാണെങ്കിൽ ഇത് അടർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയിലൊന്ന് ചെയ്ത് നോക്കുന്നത്. എത്ര മഷ്റൂമാണോ വേണ്ടത് അത്രയും ഡോട്ട്സ് ഉണ്ടാക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നില്ലെന്ന് തോന്നും. പക്ഷേ അത് ഉണങ്ങി വരുമ്പോൾ അത് ശരിക്കും സെറ്റായിക്കോളും. അങ്ങനെ എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിൻ്റെ മഷ്റൂമിന് വേണ്ട ആ സ്റ്റിക്കില്ലേ, മഷ്റൂമിൻ്റെ തണ്ട്, അത് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇത് തീർന്നാൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ അത് ഇറക്കി കൊടുക്കണം. പിന്നെ ഇങ്ങനെ നമുക്ക് തണ്ടുണ്ടാക്കാം. ഇത് വേഗം തന്നെ അത് ഉണങ്ങി സെറ്റായിക്കോളും. നമുക്കിതിനെ അതിൽ നിന്നും ഇളക്കിയെടുക്കാം. ഓരോന്നായിട്ട് പതുക്കെ ഇളക്കിയെടുത്താൽ മതി. അത് ശരിക്കും റൗണ്ട് ഷേപ്പ് ആയിട്ടില്ലെങ്കിൽ അത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മഷ്റൂം വെക്കാനുള്ള ബേസ് ഉണ്ടാക്കിയെടുക്കാം. ബേസും നമുക്ക് ഗ്ലൂ ഗണ്ണ് കൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിൽ റൗണ്ടിൽ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണിത്. ഗ്ലൂ ഗണ്ണ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അങ്ങനെ ബേസ് റെഡിയായി. അത് നമ്മൾ അതിനകത്ത് നടത്തിയെടുത്തു. നമുക്ക് കുറച്ച് പെയിൻ്റ് അടിക്കാം. ബേസിന് നമുക്ക് ആദ്യം ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഉപയോഗിക്കാതെ പെയിൻറ്റിൽ തന്നെ പെയിൻറ്റ് മാത്രം വെച്ചാണ് ചെയ്യുന്നത്. എന്നാലേ കുറച്ച് കളറ് കിട്ടും. ഫുള്ളായിട്ട് നമുക്ക് പച്ചയടിച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ അത് ഫുള്ളായി. ഇനി നമുക്ക് മഷ്റൂമിൻ്റെ അതിന് റെഡ് കളർ കൊടുക്കാം. എല്ലാ മഷ്റൂമിൻ്റെ ആ ഒരു മുകളിൽ വരുന്ന സാധനത്തിന് ഫുള്ളായിട്ട് റെഡ് കൊടുക്കാം. ഞാൻ അടിവശമൊന്നും കൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാത്തിനും റെഡ് കളർ കൊടുത്തു. ഇനി അതിൻ്റെ തണ്ടിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. എല്ലാ തണ്ടിനും വൈറ്റ് കളറ് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ആ തണ്ടിൽ നമുക്ക് ആ മഷ്റൂമിൻ്റെ മുകളിലത്തെ ഭാഗം ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ ഒട്ടിക്കാം. പക്ഷേ അത് ശരിക്കും വീഡിയോയിൽ പതിഞ്ഞില്ല. എല്ലാം അങ്ങനെ ചെയ്ത് നമുക്ക് ആ ബേസിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മളെ മഷ്റൂമിൻ്റെ അതിലൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെ മഷ്റൂം റെഡിയായി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻസിൽ ഇടണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.